കണ്ടോ 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 അളിയാ ഉണ്ടോ വാടാ കേട്ടോ ഡബിൾ നല്ല സൂപ്പർ ഒരു വട്ടം. വിനോദണ്ണ സ്റ്റാർ ആയിരിക്കുകയാണ്. എല്ലാ മച്ചന്മാർക്കും ഞങ്ങളുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മച്ചന്മാരെ. രാവിലെ കണ്ണിൽ വെയിലൊന്നടിച്ചിട്ട് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൗദി അറേബ്യൻ ഫിഷിംഗ് കാഴ്ചകളിലൊക്കെ എല്ലാ മച്ചന്മാരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ. മച്ചന്മാരെ, ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന നല്ല സപ്പോർട്ടുകൾക്ക് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകണേ. നോക്കട്ടെ നല്ല മീനുകളൊക്കെ കിട്ടുമെന്നു. അപ്പോൾ നമുക്ക് നേരെ കടൽ കാഴ്ചയിലേക്ക് പോയാലോ. അപ്പോൾ അതുപോലെ ഇന്നും വിനോദണ്ണൻ ടൂൾസുമായിട്ട് നമ്മുടെ സ്വന്തം കടൽക്കരയിലേക്ക് എത്തി കേട്ടോ. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. മീനുകൾ നല്ല അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ വിനോദണ്ണൻ. ഇന്ന് അടുത്ത് ജോസ്മോന് ടൂൾസുമായിട്ട് വരണേ. തുടങ്ങാനാണല്ലോ നമ്മൾ വന്നത്. അജയണ്ണ വരില്ലടെ ഇന്ന്. ജോസ്മോനും എത്തി. നമ്മളൊന്ന് ചിക്കൻ ഇട്ട് നമ്മൾ നോക്കുകയാണ്. അതെ മച്ചന്മാരെ ഒരു പരീക്ഷണമാണ് കേട്ടോ. കടലിൽ ചിക്കൻ ഇട്ട് നോക്കുകയാണ്. കിട്ടിയ നമ്മളും ഹാപ്പി, മീനും ഹാപ്പി, പിന്നെ നമ്മുടെ മച്ചന്മാരും ഹാപ്പി. രാവിലെ ഫിഷിംഗ് ബോട്ടുകൾ രാവിലെ കൊറോണ കിട്ടിയാണോ നിങ്ങൾക്ക്? നല്ല ഐശ്വര്യമായിരിക്കും കേട്ടോ. ജോസമ്മ വീണ്ടും രണ്ടാമത്തെ നമ്മുടെ ചൂണ്ട കടലിലേക്ക് കാസ്റ്റ് ചെയ്യണം മച്ചാന്മാരെ. ആ ബോട്ടിനെ വലിച്ചുകൊണ്ടിങ്ങി വരുമോ? കൊള്ളാം. മച്ചാന്മാരെ നാടൻ ചൂണ്ടയിലുള്ള മീൻ പിടുത്തമാണ് കേട്ടോ നമ്മുടെ. ഇതേ കണ്ടോ, ഈ നാടൻ ചൂണ്ടയിൽ നമ്മളിങ്ങനെ ടങ്കീസിൽ, പിന്നെ ഇവിടെ മണ്ണിര കിട്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ മണ്ണിര എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. നല്ല ചെമ്മീനൊക്കെ ഇങ്ങനെ കൊരുത്ത് ഇങ്ങനെ മീനിങ്ങനെ ആ ചൂണ്ടയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹരം ഉണ്ടല്ലോ, ഇതുപോലെ ഇരിക്കും വിനോദണ്ണൻ്റെ. കണ്ടാ കുരുക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് വിനോദണ്ണൻ. ജോസ്മോനെന്തേ ടൂൾസുകളൊക്കെ പറക്കിയെടുത്തു. എൻ്റെ ടങ്കീസ് നിനക്ക് തന്ന മറ്റേ കത്തിരിയൊക്കെ എന്തേ? മച്ചാന്മാരെ വിനോദണ്ണനി ആദ്യത്തെ എടുക്കാൻ പറ്റില്ലല്ലോ. രാവിലെ വിനോദണ്ണ സ്റ്റാർ ആയിരിക്കുകയാണ്. അടിപൊളി. മീൻപിടുത്തത്തിന്റെ ഹരം അറിയണമെങ്കിൽ നാടൻ ചൂണ്ടയിലിടണം അല്ലേ വിനോദണ്ണ? അതെ, കാരണം ആ മീൻ ഇങ്ങനെ വന്ന് കൊത്തുമ്പം കിട്ടുന്ന ആ ഒരു ഹരം ഉണ്ടല്ലോ കൈക്ക്, അതൊന്ന് വേറെ തന്നെയാണ്. പിന്നെ ഇവിടെ മണ്ണിരയില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ നമ്മൾ ചെമ്മീൻ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. അതെ, ജോസ്മോൻ കണ്ടാ ഡബിളാണോ? ഡബിള് വേണമെങ്കിൽ നമുക്ക് കുമ്പിടിന്ന് വിളിക്കാം. അതെ, സെറ്റാക്കി. അങ്ങ് പോയി. ഇനി എന്താണ് റിസൾട്ട് നമുക്ക് വെയിറ്റ് ചെയ്തൊന്ന് നോക്കാം. കട്ട് ചെയ്യണില്ല കേട്ടോ. ഇതിങ്ങനെ ടമ്പറായിട്ട് നിൽക്കുമ്പോണ്ടല്ലോ, മീനടിക്കണുണ്ടോ? കൊത്തിയപ്പം നമ്മൾ അടിക്കും. അതെ,
അല്ല അതൊരു പ്രത്യേക രസമല്ലേ ഇങ്ങനെ കയ്യിലടിക്കുന്നത്. മീനടിക്കുന്നത് കണ്ടോ? ഇതേ നോക്കി, ആ ടങ്കീത്തിൽ നോക്കിയേ. കൊണ്ടുവെക്കാണോ? ഒന്നുണ്ട് ഇല്ലേ? വിനോദണ്ണ പിടി. നോക്കൂ, വലിച്ചു നോക്കൂ. ഫസ്റ്റ് നമ്മൾ ഇറങ്ങിയത് ചീറ്റി പോയി. കുഴപ്പമില്ല, പൊക്കം പറയാം. നോക്കട്ടെ. രണ്ടും കൊണ്ട് കേട്ടാ. ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണം അല്പം ഉണ്ട്. അടുത്ത് വീണ്ടും നമ്മൾ വീണ്ടും എറിയാണ്. വെള്ളം ഇന്ന് ഒരുപാട് കയറി കിടക്കുന്നുണ്ട്. മീനടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണോ? ഇതേ പോണ എല്ലാം കൂടെ എടുത്തോണ്ട്. അത് കുരുങ്ങിയിട്ടുണ്ട് മച്ചാമാര്. നമ്മളെ ചിക്കൻ കൊരുത്തിട്ടിങ്ങനെ ചൂണ്ടാണ്ടോ? ഓ ഈ ചൂണ്ടയിൽ മീൻ അടിച്ചിട്ടുണ്ടെന്ന് തോന്നാം കേട്ടോ. 2 പിടി പിടിച്ചു. ഇതേ കണ്ടോ. അളയാ ഉണ്ടറാ വാടാ. കൊണ്ടുപോയെന്ന് തോന്നുന്നുണ്ടേ. അതാ ഒരു അടി അടിച്ചേ. അതെ, പോയി മച്ചാമാരെ. ഇല്ല, ഉണ്ടറാ മച്ചാമാരെ. ജോസ് മോന് നമ്മളെ ചിക്കനിൽ ഒരു മീനടിച്ചാട്ടാ. ആ നല്ല വട്ടാൻ, നല്ല സൂപ്പർ ഒരു വട്ടാൻ. അടിപൊളി കേട്ടോ, അടിപൊളി വട്ടാൻ. അങ്ങനെ ആലും കിട്ടി പിടപ്പീര്. ഇതേ വിനോദണ്ണൻ ഇവിടെ കിട്ടി. ഓ ഏതെണ്ണാ? ആ അടിപൊളിയാണോ? അതെ, അത് നേരത്തെ നിങ്ങൾ അതിനടുത്ത് കളയണ്ടായിരുന്നു അണ്ണ. അവിടെ നിന്ന് നിങ്ങൾ അതിനെ പൊക്കിയെടുത്ത് പാളയ്ക്ക് എത്രയാ? ഞാൻ ഇതൊന്ന് നോക്കട്ടെ. മച്ചന്മാരെ കണ്ടോ, നല്ല കിടിലം വട്ട. അതെ, ഇവൻ ചിക്കൻ കൊതിയനാണ് കേട്ടോ. അടങ്ങി കിടക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് വേണോ? ഗ്ലൗസ് വേണോ? ഗ്ലൗസ് ഒന്നും വേണ്ട. പതുക്കെ ഇളക്കിയെടുത്താൽ വരും കേട്ടോ. അത് കണ്ടോ, അതിൻ്റെ സംഭവം ഇരിക്കണ നോക്കിയത്. ഇവിടെ അവിടെ കയറി കൊരുത്ത് കേട്ടോ. ഇവിടെ കയറി കണ്ടാ. അതായിരിക്കും. കണ്ട കൈ കണ്ട് അടയ്ക്കുവാൻ തവാ അടച്ച സൗണ്ട് കേൾക്കും. വിനോദം അവിടെ കിടന്ന് എന്തൊക്കെയോ കിടന്നലക്കുന്നത്. മീന് പോയതിൻ്റെ വിഷമം. നല്ല മീനായിരുന്നു മച്ചന്മാരെ. വിനോദത്തിന് വീണ്ടും കിട്ടി കേട്ടോ. നമ്മളിവിടെ വട്ടൻ്റെ പുറകെയായിരുന്നു. വട്ടൻ്റെ പുറകെ ഇപ്പോൾ അവിടെ ഒരു വട്ടം നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. നോക്ക് കീസ്. അതിൻ്റെ വട്ടൻ്റെ ചെറുതാണല്ലോ അണ്ണ. അത് വട്ടൻ്റെ ചെറുത് നില്ലേ വിനോദണ്ണ? ഞാൻ അങ്ങോട്ട് വരട്ടെ. മച്ചാൻ പേര് മധുര. മച്ചാൻ നമുക്ക് ഇപ്പോൾ കിട്ടിയ വട്ടൻ്റെ ചെറുതാണ് കേട്ടോ. ഇത് പിടിച്ചത് ഈ വിനോദണ്ണായി. എവിടെ അത്? വെയിലായതുകൊണ്ട് സ്ക്രീനും കണ്ടുകൂടാ. ആ കൊള്ളാണ്ണ. ഇനി തൂക്കി പാളക്കത്തിട്ടോ.
മച്ചന്മാരെ നമ്മളെ നാടൻ ചൂണ്ടയിൽ ആദ്യത്തെ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ആദ്യത്തെ അല്ല, നേരത്തെ വിനോദം കിട്ടിയല്ലോ. അപ്പോൾ അതാ ജോസ് മോനി. അതേതറേ? ആ നല്ല മീനടാ. എൻ്റെ പൊന്നേ, സൂപ്പർ സാധനം. നല്ല സാധനം. ഇതുണ്ടോ? അടിപൊളി മീൻ മച്ചാന്മാരെ. അടിപൊളി മീൻ, ഇവൻ പൊളിയാണ്, കൊള്ളാം. അഞ്ഞെടുക്കൂ. അയ്യോ മച്ചന്മാരെ, ഞാൻ പിടിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ഡബിളാണ് കേട്ടോ. ഡബിള് കേട്ടോ. എങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? മച്ചാന്മാരെ വിനോദണ്ണ വീണ്ടും. അയ്യോ കൊറോണ. ജോസ്മോനെ അത്ര ആയിട്ടേ. ആ കൊള്ളാടാ. ഇത് മറ്റേ ഷേരിയല്ലല്ലോ, വാലി ചുട്ടിയുള്ളവൻ. ഈ സാധനം ചൂണ്ട പിടിക്കാൻ ഭയങ്കര പാടാടേ. പുല്ല് കൊത്തി നിൽക്കും, വിഴുങ്ങത്തില്ല. ഒരുപാട് ലേറ്റായിപ്പോയി. അജയണ്ണൻ വഹ നേരത്തെ 3 പിടിച്ചൊന്നും കണ്ടില്ലായിരുന്ന. അത് ഒരുപാട് നമുക്ക് ഇതുപോലത്തെ മീൻ കിട്ടിയോണ്ടാണ് പിന്നെ അതിനൊരു ഇമ്പമില്ലല്ലോ. വിനോദണ്ണ വല്ല നടക്കണ രാവിലെ മുതൽ പോസ്റ്റ് പോലെ ഇങ്ങനെ ഇരിക്കും നിങ്ങൾ. മച്ചാമാരെ, എനിക്ക് കിട്ടി, വിനോദണ്ണൻ കിട്ടി. അണ്ണ ഇങ്ങോട്ട് കാണിരണ്ണ. മച്ചാമാരെ ഇത് കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ നാടൻ ചൂണ്ടയിൽ ഇങ്ങനെ അതാ വലിക്കുന്നുണ്ടോ, ഒരു വലിച്ചേ. കയ്യിൽ ക്യാമറ ഇരിക്കുന്നുണ്ട്, വലിച്ചു കയറ്റാൻ പറ്റില്ല. കണ്ടോ ഈ ഒരു ഹാരം നമുക്ക് നാടൻ ചൂണ്ടയിലല്ലേ കിട്ടുള്ളൂ. ഇതേ കണ്ടോ, വലിച്ചുകൊണ്ട് പോവേണേ. മീൻ പിടിച്ചിട്ടുണ്ടോ, അത് വിഴുങ്ങിയിട്ടില്ല, മീനുണ്ട് കണ്ടോ.